من الشيطان الرجيم. بسم الله الرحمن الرحيم. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. ومن يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. قال الله سبحانه وتعالى في محكم تنزيله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم. قال رسول الله صلى الله عليه وسلم من مات وليس في عنقه بيعة مات ميتة جاهلية. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد نور ذاتي وسر سارسله في جميع الآثار والأسماء والصفات. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. بسم الله الرحمن الرحيم. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൂട്ടുകാരെ, ശ്രോതാക്കളെ, രാജാതിരാജനായ ഈ ലോകമഖിലവും അണ്ടകടാഹങ്ങളെയും ചേതന അചേതന വസ്തുക്കളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചപരിപാലകനായ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരിക്കൽ കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ അവസരമുണ്ടായി. ഈ സംഗമം, ഈ പറയലും കേൾക്കലും കൂടലും പിരിയലും ഇതിനു വേണ്ടി സമയം ചിലവിടലും അല്ലാഹു നമ്മിൽ നിന്നൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. വളരെ സുപ്രധാനമായ മനുഷ്യജീവിതത്തിൽ അനിവാര്യമായി അനുഷ്ഠിച്ചിരിക്കേണ്ട, എന്നാൽ പ്രാധാന്യത്തെക്കുറിച്ച് മനുഷ്യൻ തീരെ അവഗണിച്ചു പോയ ഒരു വിഷയമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ബൈഅത്ത് നാം അറിയേണ്ടതും അനുഷ്ഠിക്കേണ്ടതും എന്നതാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം. ബൈഅത്ത് എന്നുള്ള പദം വിശ്വാസികളായ നമുക്ക് നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഇസ്ലാമിലെ സുപ്രധാനമായ പല കർമ്മങ്ങളെക്കുറിച്ചും സുപരിചിതമായി അറിയുന്നത് പോലെ നമുക്ക് അറിയുന്നത് പോലുമല്ല ബൈഅത്ത് എന്ന പദം. എന്നാൽ ബൈഅത്ത് എന്ന പദത്തെക്കുറിച്ച് അറിയുന്നവരായി നമ്മിൽ പലരുമുണ്ട്. അവർ ഈ ബൈഅത്ത് അവർ മനസ്സിലാക്കിയ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുകയും അത് കേവലം ഇസ്ലാമിക രാജ്യം നിലനിൽക്കുന്ന ഇടത്ത് ഭരണാധികാരിയായി വരുന്ന ഖലീഫമാരോട് ഭരണീയരായ ജനങ്ങൾ ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് ബൈഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിലുപരിയായി മറ്റൊന്നും അതിൽ ഇല്ല എന്ന് മനസ്സിലാക്കുകയും അതിൽ ആത്മനിർവൃതി അടഞ്ഞുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു ആത്മവിചിന്തനം നടത്തുവാനും യഥാർത്ഥത്തിൽ ബൈഅത്ത് കൊണ്ട് രാജാതിരാജനായ റബ്ബ് ഉദ്ദേശിച്ച ലക്ഷ്യം, സർവശക്തൻ തൻ്റെ ദീനീ പ്രബോധനത്തിന് വേണ്ടി നിയോഗിച്ച സകല പ്രവാചകന്മാർക്കും അന്ത്യം കുറിച്ചു വന്നവരും ഇനിയൊരു പ്രവാചകൻ വരാനില്ലാത്ത വിധം ദൗത്യ നിർവഹണത്തിൻ്റെ പൂർത്തീകരണം സമ്പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെട്ട ഖാത്തിമുൽ അംബിയായ ഷഫീഉൽ വുറ അഷ്റഫുൽ ഹഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്തിൽ നിന്ന് ലക്ഷീകരിച്ചതും ലക്ഷോപലക്ഷം സഹാബത്തിനെ ചരിത്രപ്രസിദ്ധമായ അറഫ മൈതാനിയിൽ ഏൽപ്പിച്ചതും നക്ഷത്രതുല്യരായ സഹാബത്ത് കൈമാറി വന്നതും ഉത്തമ നൂറ്റാണ്ട് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച ത്വാബിഈങ്ങളും തുടർന്ന് വരുന്ന ഉത്തമ നൂറ്റാണ്ട് എന്ന് വിശദീകരിച്ച തബഉ താബിഈങ്ങളും പ്രവർത്തിച്ച് കാണിച്ചു തന്നതുമായ ഒരു ബൈഅത്തിൻ്റെ രീതി, ഒരു രൂപം, ഇത് നമ്മിൽ നിന്ന്
ഭാഗികമായെങ്കിലും എടുത്തുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തി. വിഷയത്തിലേക്ക് നമുക്ക് വരാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിരവധി സ്ഥലങ്ങളിൽ, ഒട്ടനവധി സ്ഥലങ്ങളിൽ ബൈഅത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ലളിതമായ രീതിയിലൊരു ഖുർആൻ പഠന വിധേയമാക്കുമ്പോൾ നിഷ്പക്ഷമതികളായ ആർക്കും മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ബൈഅത്തിന് ബൈഅത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അഹദ്, കരാർ എന്നർത്ഥം വരുന്ന അഹദ് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. കരാർ, ഉടമ്പടി എന്നർത്ഥം വരുന്ന മീസാഖ് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഈ പദങ്ങളിലൂടെയും പദങ്ങളിലൂടെ അല്ലാതെയും വിശ്വാസി നിർബന്ധമായി അനുഷ്ഠിച്ചിരിക്കേണ്ട സുപ്രധാനമായ ദൗത്യമായ ബൈഅത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നിരവധി ഇടങ്ങളിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ വിശദീകരിച്ച, വ്യാഖ്യാനിച്ച ഖുർആന്റെ പ്രമുഖന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളായ മഹാന്മാരായ മുഫസ്സിറുകൾ ഇതിനെ വിശദീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ പ്രായോഗികമായി നാം ബൈഅത്തിൽ നിന്നും ഭാഗികമായി വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതും ഇതോട് ചേർത്ത് വായിക്കണം. എന്താണ് ബൈഅത്ത്? എന്തിനാണ് ബൈഅത്ത്? ഖുർആൻ എന്ത് പറയുന്നു? ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാം. സൂറത്തുൽ ഫത്ഹ് അല്ലാഹു വിശദീകരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുബായിഉനക ഇന്നമാ യുബായിഉനല്ലാഹ യദുല്ലാഹി ഫൗക ഐദീഹിം. ഇന്നല്ലദീന യുബായിഉനക, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യുബായിഉനക, നബിയെ തങ്ങളോട് ബൈഅത്ത് ചെയ്യുന്നവർ, ഇന്നമാ യുബായിഉനല്ലാഹ, അല്ലാഹുവിനോട് മാത്രമാണ് ബൈഅത്ത് ചെയ്യുന്നത്, യദുല്ലാഹി, അല്ലാഹുവിൻ്റെ കരം, ഫൗക ഐദീഹിം, അവരുടെ ഈ ബൈഅത്ത് ചെയ്യുന്നവരുടെ കരങ്ങൾക്ക്, എല്ലാ കരങ്ങൾക്കും മുകളിലാണ്. ആ ആയത്തിന്റെ ശേഷം വിശദീകരിക്കുന്നു, ഫമൻ നഖസ ഫഇന്നമാ യൻഖുസു അലാ നഫ്സി, ഈ ഉടമ്പടി ലംഘിക്കുന്നവൻ, അള്ളാഹുവോടുള്ള ഉടമ്പടിയായി അള്ളാഹു വിശദീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം പിടിച്ച ഉടമ്പടി, ആ ഉടമ്പടി ലംഘിക്കുന്നവൻ, അതിനെതിരെ പ്രവർത്തിക്കുന്നവൻ, അതിനെ ധിക്കരിക്കുന്നവൻ, ഫഇന്നമാ യൻഖുസു ലിനഫ്സിഹി, അവനോട് തന്നെയാണ് ധിക്കാരം പ്രവർത്തിക്കുന്നത്, കരാർ ലംഘിക്കുന്നത്. വളരെ സുപ്രധാനമായൊരു വിഷയമാണ് ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ബൈഅത്ത് ചെയ്യണം എന്നതിലുപരി ബൈഅത്ത് ചെയ്ത് ലംഘിച്ചാലുണ്ടാകുന്ന വിപത്ത് തിരിച്ചു ചെല്ലുന്നത്, അതിൻ്റെ പ്രത്യാഘാതം മടങ്ങുന്നത് അള്ളാഹുവിലേക്കല്ല, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കല്ല, മറിച്ച് അവനിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. അപ്പോൾ ആ ബൈഅത്ത് ചെയ്തത് അവൻ്റെ മോചനത്തിന്, അവൻ്റെ ആത്യന്തിക മോചനത്തിന് വേണ്ടിയാണ്. ആ ബൈഅത്ത്, ഉടമ്പടി ചെയ്ത ബൈഅത്തിന്റെ ജീവിത ചിട്ടയിൽ ഭംഗം വരുത്തി ലംഘിച്ചപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തും വിപത്തും മടങ്ങിച്ചെല്ലുന്നതും അവനിലേക്ക് തന്നെയാണ്. വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ബൈഅത്തിനെ കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന ഖുർആനിലെ സൂറത്തുൽ ഫത്ഹിലെ ഒരു വാക്യമാണ് നാം ഇവിടെ ഓതിക്കേൽപ്പിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബോധിപ്പിച്ച, നമ്മോട് ആജ്ഞാപിച്ച ഒരു വിഷയമുണ്ട്. എന്താണ് ആ വിഷയം? എൻ്റെ സമുദായത്തിലെ ജ്ഞാനികൾ ബനു ഇസ്രായേൽ സമൂഹത്തിലെ പ്രവാചകന്മാർക്ക് തുല്യമാണ്. വിശദീകരിച്ചു പറയുമ്പോൾ, ബനു ഇസ്രായേൽ സമൂഹത്തിലെ പ്രവാചകന്മാർ ഇസ്രായേലുകാരോട് പ്രവാചകന്മാർ ചെയ്തിരുന്ന ദൗത്യം, ഇസ്രായേലുകാരിലേക്ക് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, ആ ദൗത്യം എൻ്റെ ഉമ്മത്തിൽ എനിക്ക് ശേഷം നിർവഹിക്കാനുള്ളത് എൻ്റെ ഉമ്മത്തിലെ ജ്ഞാനികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു. ഈ വിഷയം ഖുർആനികമായി നാം പരിശോധിക്കുമ്പോൾ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ബനു ഇസ്രായേലിൽ നിന്ന് അള്ളാഹു ബൈഅത്ത് സ്വീകരിച്ച്, അള്ളാഹു പ്രവാചകന്മാരിലൂടെ ബൈഅത്ത് സ്വീകരിച്ച രംഗങ്ങൾ പല ഇടങ്ങളിൽ ഖുർആൻ സ്വീകരിക്കുന്നു. ബനു ഇസ്രായേലിൽ നിന്ന് നാം ബൈഅത്ത് സ്വീകരിച്ച സന്ദർഭം, കരാർ സ്വീകരിച്ച സന്ദർഭം, വ്യത്യസ്ത പ്രവാചകന്മാരുടെ വളരെ വ്യക്തമായി മൂസയിൽ നിന്നും ഈസയിൽ നിന്നും ഇബ്രാഹിമിൽ നിന്നും അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെ നാം അവരിലൂടെ കരാർ സ്വീകരിച്ചു എന്ന് പറയുന്ന ഖുർആൻ അധ്യാപനങ്ങൾ നിരവധി നമുക്ക് കാണാൻ സാധിക്കും. അത് ഓരോന്നെടുത്ത് ചർച്ച ചെയ്യാൻ നമുക്ക് സമയം അനുവദിക്കാത്തത് കൊണ്ട് നാം അതിൻ്റെ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഖുർആനിലെ വ്യത്യസ്തമായ ഇടങ്ങളിൽ പ്രവാചകന്മാർ അവരുടെ ദൗത്യ നിർവഹണം സ്വീകരിച്ച വിഷയങ്ങൾ വിശദീകരിക്കുന്ന ഖുർആൻ, നമുക്കറിയാം ഖുർആൻ 4 ഭാഗങ്ങളാണ്. ഖുർആനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ അറിവാണ്.
ഖുർആൻ വിശദീകരിക്കുന്ന ഭാഗം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അഹ്കാമുകൾ, അതായത് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം വിശദീകരിക്കപ്പെടുന്ന ഫിഖ് എന്ന് പറയുന്ന കർമ്മശാസ്ത്രത്തിൽ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളും വിരോധിച്ച കാര്യങ്ങളും വിധിവിലക്കുകളും വിശദീകരിക്കുന്ന ഭാഗമാണ് ഖുർആന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. രണ്ടാമത് ഖുർആനിൽ വിശദീകരിക്കുന്ന ഭാഗം വിശ്വാസപരമായ കാര്യങ്ങൾ, അഖീദ എന്ന് പറയുന്ന വിശ്വാസപരമായ കാര്യങ്ങൾ, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിൽ ശിർക്ക് വെക്കാതിരിക്കേണ്ടതിൽ പ്രാധാന്യം, കുഫ്ർ ചെയ്താലുണ്ടാകുന്ന വിപത്തുകൾ, അതുപോലെ തന്നെ മലക്കുകളിലും പ്രവാചകന്മാരിലും ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കേണ്ട അനിവാര്യത. ഇത്തരം ഈ വിശ്വാസപരമായ കാര്യങ്ങളാണ് രണ്ടാമത് ഖുർആൻ വിശദീകരിക്കുന്നത്. മൂന്നാമത് ഖുർആൻ വിശദീകരിക്കുന്ന ഒരു ഭാഗം തസ്കിയത്തിനെ കുറിച്ചാണ്. തസവുഫിന്റെ ഭാഗം ചിന്തിക്കുന്ന പ്രവാചകന്മാര് വഴികേടിലായിരുന്ന സമൂഹത്തെ വിശുദ്ധ ഖുർആന്റെ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളുടെ ആയത്തുകളെ കൊണ്ടും അറിവുകളെ കൊണ്ടും അവർക്ക് അത് ഓതി കേൾപ്പിച്ചുകൊണ്ട് അതിൽ അവരെ പ്രവർത്തിപ്പിച്ച് പരിശീലിപ്പിച്ച് സംസ്കരിക്കുന്ന ഭാഗം ഖുർആന്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഖുർആന്റെ നാലാമത്തെ ഭാഗം അള്ളാഹു വിശദീകരിക്കുന്നത് ചരിത്രങ്ങളാണ്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, അഹ്സനുൽ ഖസസ് എന്നൊക്കെ പറഞ്ഞ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നത് പോലെ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ നിരവധി ചരിത്രങ്ങൾ വിശദീകരിച്ചതുപോലെ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വിശദീകരിച്ചതുപോലെ ഈ ഓരോ ചരിത്രങ്ങളും വ്യക്തമായി നമുക്ക് പാഠം നൽകുന്ന ചരിത്രങ്ങളാണ്. ഇങ്ങനെ ഈ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന ഇടങ്ങളിലും ദൗത്യം നിർവഹണം കുറിച്ച് പ്രതിപാദിക്കുന്ന ഇടങ്ങളിലും ഒക്കെ ഖുർആൻ ആവർത്തിച്ചു പറയുന്ന ഒരു വിഷയമാണ് അതത് സമൂഹങ്ങളിൽ നിന്ന് അതത് പ്രവാചകന്മാർ ബൈഅത്ത് സ്വീകരിച്ചു, കരാർ സ്വീകരിച്ചു എന്നും ആ പ്രവാചകന്മാരിലൂടെ നാം അവരിൽ നിന്ന് ബൈഅത്ത് ഉടമ്പടി മീസാഖ് സ്വീകരിച്ചു, കരാർ ചെയ്യിച്ചു, കരാർ സ്വീകരിച്ചു എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ നാം ചേർത്ത് വായിക്കേണ്ടത്. ആ പ്രവാചകന്മാർ ഇസ്രായേൽ സമൂഹത്തിൽ ചെയ്ത ദൗത്യം തന്റെ ഉമ്മത്തിൽ നിന്ന് ഉടമ്പടി സ്വീകരിക്കലാണ്. ഏത് ഉടമ്പടി? ഏതാണ് ഈ ബൈഅത്ത്? എന്തിനാണ് ഈ ബൈഅത്ത്? അതാണ് സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു വിശദീകരിച്ചത്. ആലമുൽ അർവാഹിൽ വഇദ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുരിയതഹും വഅശ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബല. ആദം അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് വരാനുള്ള സമൂഹത്തിൽ വരാനുള്ള മുഴുവൻ ജനതയുടെയും ആത്മാക്കളെ പുറപ്പെടുവിച്ച് ആ ആത്മാക്കളുമായി അള്ളാഹു ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടി മാതാവിന്റെ ഗർഭപാത്രത്തിലൂടെ ഭൂമിയിലെത്തിയ മനുഷ്യൻ മറന്നപ്പോൾ ആ ബൈഅത്ത് അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു ഓരോ സമൂഹത്തിലും ഓരോ ഗോത്രത്തിലേക്കും ഓരോ ഗ്രാമത്തിലേക്കും അതത് കാലത്തെ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് പാപികളായ മറന്നുപോയ അറിവില്ലാത്ത മനുഷ്യന്മാർക്ക് അവരുടെ ദൗത്യത്തെക്കുറിച്ചും അവർ മറന്നുപോയ വളരെ ഗൗരവത്തോടുകൂടി അവർ ഓർത്തിരിക്കേണ്ട ഉടമ്പടിയെക്കുറിച്ചും അവർ ഓർമ്മപ്പെടുത്തിയ ആ ഉടമ്പടി പുതുക്കി ആ ഉടമ്പടി അവരിൽ നിന്ന് സ്വീകരിച്ചു. ഇതാണ് പ്രവാചകന്മാർ ചെയ്തത്. ഇതാണ് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ച കരാർ. ഈ കരാറിനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകന്മാരെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിച്ച കരാറാണ് സൂറത്ത് ആൽ ഇംറാൻ വിശദീകരിക്കുന്നത്. അള്ളാഹു പ്രവാചകന്മാർ മീസാഖൻ നബിയീൻ എന്ന ആയത്തിലൂടെ അള്ളാഹു സൂറത്ത് ആൽ ഇംറാൻ 81-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചു. അത് മുഴുവൻ പ്രവാചകന്മാരെ കൊണ്ടും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ബൈഅത്ത് ചെയ്യിച്ചു. എന്നാൽ ഈ പ്രവാചകന്മാരെ അവരുടെ സമുദായങ്ങളെ കൊണ്ട് അതത് പ്രവാചകന്മാരെ ബൈഅത്ത് ചെയ്യിച്ചു. ഈ ഒരു രീതി വിശദീകരിച്ചു. ഇതാണ് അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ദൈലമിയും ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു ഒക്കെ അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഹദീസാണ് അശ്ശൈഖു ഫീ ഖൗമിഹി കന്നബിയ്യി ഫീ ഉമ്മത്തിഹി. അശ്ശൈഖു ഫീ ഖൗമിഹി കന്നബിയ്യി ഫീ ഉമ്മത്തിഹി. ഒരു ഷെയ്ഖ് എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സഹാബത്തിന് ശേഷം താബീങ്ങളിലൂടെയും തബഉ താബീങ്ങളിലൂടെയും ഒക്കെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദൗത്യം നിർവഹിക്കുന്ന മശായിഖന്മാർ, ആ ഷെയ്ഖ് അതത് സമൂഹത്തിൽ അവരുടെ മുരീദന്മാർക്കിടയിൽ അവരുടെ ശിഷ്യന്മാർക്കിടയിൽ കന്നബിയ്യി ഫീ ഉമ്മത്തിഹി, തന്റെ ഉമ്മത്തിൽ ഒരു പ്രവാചകനുള്ളതുപോലെ തന്നെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച ഹദീസിന്റെ പൊരുൾ ഇതാണ്. പ്രവാചകന്മാരെന്ത് ചെയ്തു? അതത് സമൂഹത്തിൽ നിന്ന് ഉടമ്പടി സ്വീകരിച്ചു. അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്നും ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണമെന്നും
നിങ്ങളുടെ ശരീരങ്ങളെയും ഹൃദയങ്ങളെയും ആത്മാക്കളെയും നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹു വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകറ്റി നിർത്തണമെന്നും അവരിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ സമൂഹത്തിൽ നിന്ന് കരാർ സ്വീകരിച്ചു. ഇതേ കരാർ സ്വീകരിക്കുന്നവരാണ് ഓരോ സമൂഹത്തിലെയും ശൈഖന്മാർ അവരുടെ മുരീദന്മാരിൽ നിന്നും അവർ സ്വീകരിക്കേണ്ട കരാറും ഇത് തന്നെയാണ്. ഈ ബൈഅത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു പറയുന്നത്. കാനത്ത് ബനു ഇസ്രാഈല തസൂസുഹുമുൽ അംബിയാ, കാനത്ത് ബനു ഇസ്രാഈല തസൂസുഹുമുൽ അംബിയാ. ഇസ്രായേൽ സന്തതികൾ പ്രവാചകന്മാർ അവർക്ക് നേതൃത്വം കൊടുക്കുമായിരുന്നു. അവരെ നയിച്ചിരുന്നത്, അവരുടെ നായകന്മാരായി വന്നിരുന്നത്, അവരുടെ നേതൃത്വത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചിരുന്നത് പ്രവാചകന്മാരെയായിരുന്നു. കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബിയുൻ. ആ ഇസ്രായേൽ സമൂഹത്തിലെ ഒരു പ്രവാചകൻ മരിക്കുമ്പോൾ, ഒരു പ്രവാചകൻ അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ അടുത്തൊരു പ്രവാചകനെ അള്ളാഹു അതിന് പകരമായി വെക്കുന്നു. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിയോഗത്തിന് ശേഷം അള്ളാഹു ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെ പകരമാക്കി വെച്ചു, ഖലീഫയാക്കി വെച്ചു. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ വിയോഗത്തിന് ശേഷം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ ഖലീഫയാക്കി വെച്ചു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ വിയോഗത്തിന് ശേഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഖലീഫയാക്കി വെച്ചു. ഇതുപോലെ അതേ കാലഘട്ടത്തിൽ തന്നെ വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക്, ഗോത്രങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് എന്നല്ല അള്ളാഹുവിന്റെ ഒരു പടപ്പിനെയും അള്ളാഹു ഒഴിവാക്കിയിട്ടില്ല. പ്രവാചകന യോഗം അവരിലേക്ക് കടന്നു ചെല്ലാതെ, അള്ളാഹുവിനെ കുറിച്ച് അവരിലേക്ക് വിവരം നൽകാതെ, അള്ളാഹുവിന്റെ താക്കീതുകളും സുവിശേഷങ്ങളും സവിസ്തരമായി അവരിലേക്ക് പ്രതിപാദിക്കപ്പെടാതെ ഒരു പ്രവാചകന യോഗവും ഒരു സമൂഹവും പ്രവാചകന യോഗമില്ലാതെ കടന്നുപോയിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്ന ഒരു നഗ്നമായ സത്യമാണ്. ഇതാണ് അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിക്കുന്നത്. കുല്ലമാ ഹലക നബിയ്യുൻ ഖലഫഹു നബിയ്യുൻ. ഒരു നബി വഫാത്താകുമ്പോൾ അടുത്ത നബി പകരമായി വരുന്നു. എന്നിട്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ശേഷം വരാൻ പോകുന്ന ലോകൈക പ്രവാചകൻ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഇനിയൊരു പ്രവാചകന് വരാനില്ലാതെ 1.25 ലക്ഷം പ്രവാചകന്മാർക്ക് അന്ത്യം കുറിച്ചു കൊണ്ടുവന്ന ഖാത്തിമുൻ നബിയീൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനോട് സഗൗരവം ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരനുഷ്ഠിച്ചിരിക്കേണ്ട, അവർ തിരിച്ചറിഞ്ഞിരിക്കേണ്ട, അവർ സങ്കേതമായി മനസ്സിലാക്കിയിരിക്കേണ്ട അനിവാര്യമായ ഒരു സത്യത്തെക്കുറിച്ച്, ഒരു ദൗത്യത്തെക്കുറിച്ച് അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, വഇന്നഹു ലാ നബിയ്യ ബഅദി, വഇന്നഹു ലാ നബിയ്യ ബഅദി. എന്തൊരു വലിയ സത്യമാണ്! എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ഇസ്രായേൽ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രവാചകന്മാരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രവാചകൻ തന്റെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് വിരമിക്കുമ്പോഴേക്കും അടുത്ത പ്രവാചകനെ യോഗിച്ചുകൊണ്ട് അർഹമുർ-റാഹിമീനായ റബ്ബ് അടിമയോടുള്ള, പടപ്പുകളോടുള്ള, തന്റെ സൃഷ്ടികളോടുള്ള സ്നേഹം ചൊരിഞ്ഞുകൊണ്ട് അവർക്ക് പടപ്പടച്ചവനെ കുറിച്ചുള്ള, രാജാതിരാജനായ റബ്ബിനെ കുറിച്ചുള്ള, ലോകരക്ഷിതാവിനെ കുറിച്ചുള്ള അറിവും ജ്ഞാനവും തൗഹീദിന്റെ രഹസ്യവും കൈമാറാനുള്ള ദൗത്യം നിർവഹിക്കുന്ന ദൗത്യവാഹകരെ അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചുകൊണ്ട് ആ ചര്യ നടപ്പിൽ വരുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതാ വഇന്നഹു ലാ നബിയ്യ ബഅദി, ഞാൻ ഇവിടെ നിങ്ങളിലേക്ക് സമാഗതനായിരിക്കുന്നു. ഞാൻ ഇനി കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരുടെയും നുബുവത്തിന്റെ പൂർത്തീകരിക്കപ്പെട്ട വ്യക്തിയാണ്, അവസാന പ്രവാചകനാണ്. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് വഇന്നഹു ലാ നബിയ്യ ബഅദി, ഇനി എനിക്ക് ശേഷം ഇനി കുല്ലമാ ഹലക നബിയ്യുൻ ഖലഫഹു ആഖർ എന്ന് പറഞ്ഞതുപോലെ എന്റെ വഫാത്തിന് ശേഷം, ഞാൻ എന്റെ റബ്ബിലേക്ക് യാത്രയായതിനു ശേഷം ഞാൻ ചെയ്ത ദൗത്യം നിർവഹിക്കാൻ ഇനി മറ്റൊരു നബി വരാനില്ല എന്ന് നിങ്ങളെ ഞാൻ ഗൗരവത്തോടെ ഉണർത്തുന്നു സമൂഹമേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു, വഇന്നഹു ലാ നബിയ്യ ബഅദി. പിന്നെ എന്താണ് അവിടുന്ന് പറയുന്നു, ഫസയഖൂനു ഖുലഫാ ഫയക്സുറൂൻ. പക്ഷേ രാജാതിരാജനായ റബ്ബ് നിങ്ങൾക്ക് റബ്ബിനെ കുറിച്ചറിയാൻ, തൗഹീദിനെ കുറിച്ചറിയാൻ, വിശുദ്ധമായ കലിമയെ കുറിച്ചറിയാൻ നിങ്ങൾക്ക് മാർഗം നിങ്ങൾക്ക് മുന്നിൽ വിട്ടേച്ചു തന്നിട്ടുണ്ട്. ആ മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത്. സയഖൂനു ഖുലഫാ, എനിക്ക് ശേഷം ഞാൻ ചെയ്ത ദൗത്യം നിർവഹിക്കുന്ന എന്റെ പ്രതിനിധികൾ, എന്റെ ഖലീഫമാരുണ്ടാകും. ഒന്നല്ല, രണ്ടല്ല, അല്പമല്ല, ഒട്ടനവധി ഉണ്ടാകും, അനവധി നിരവധി ഉണ്ടാകും. ഫയക്സുറൂൻ, ലോകത്തെമ്പാടും ഉണ്ടാകും. ഫയക്സുറൂൻ, അവർ ധാരാളം ഉണ്ടാകും എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു തന്നു. ഖാലു, ഉണ്ടായാൽ പോരല്ലോ പ്രവാചകരെ. സഹാബത്ത് ചോദിച്ചു, അങ്ങയോട് ഞങ്ങൾ ചെയ്യേണ്ട ബാധ്യത, അങ്ങയോട് ഞങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്, അങ്ങയോട് ഞങ്ങൾ ഇതുവരെ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ, അങ്ങ് ഞങ്ങൾക്ക് ജീവനേക്കാൾ ജീവനാണ്,
ഞങ്ങളുടെ ഭാര്യ മക്കളെക്കാൾ, കുടുംബങ്ങളെക്കാൾ, സ്വന്തത്തെക്കാൾ അങ്ങക്ക് വേണ്ടി ഞങ്ങൾ വാപ്പയെയും ഉമ്മയെയും സർവസ്വത്തെയും ദണ്ഡമായി സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരം പിരിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട് അത് റബ്ബിനോടുള്ള ഉടമ്പടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാപികളായ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു വിഷയമുണ്ട്. അങ്ങേക്ക് ശേഷം ഖലീഫമാർ വരും, അവർ ധാരാളം വരും. പക്ഷേ അവരോട് ഞങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? സഹാബാക്കൾ പാപികളായ നമുക്ക് വേണ്ടി അന്ന് തന്നെ ആ ചോദ്യം ചോദിച്ചു വെച്ചു. ഖാലു, അവർ ചോദിച്ചു, ഫമാ തഅ്മുറുന, എന്താണ് പ്രവാചകരെ അത്തരം അനവധി ഖലീഫമാർ അങ്ങയുടെ പ്രതിനിധികളായിക്കൊണ്ട് റബ്ബിനെ യോഗിക്കുമെങ്കിൽ, അങ്ങയുടെ അവകാശികളായിക്കൊണ്ട് അള്ളാഹു ഇവിടെ നിയോഗിക്കുമെങ്കിൽ അവരോട് ഉമ്മത്തീങ്ങളായി ഞങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണെന്ന് ചോദിക്കുന്നു. ഖാല, കാരുണ്യക്കടലായ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു. ഫു ബിബൈഅത്തിൽ അവ്വലി വൽ അവ്വലി, നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഖലീഫ, അടുത്ത ഖലീഫ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഖലീഫയെയും നിങ്ങൾ അവരോടുള്ള കരാറുകളും ഉടമ്പടികളും ചെയ്തുകൊണ്ടത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു. മാത്രമല്ല അഅ്തൂഹും ഹഖ്ഖഹും, അവരുടെ അവകാശങ്ങൾ അവർക്ക് നിങ്ങൾ വകവച്ച് നൽകുക. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട പോയിന്റ്. ബൈഅത്തിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ വിശുദ്ധ ഇസ്ലാമിന്റെ സുപ്രധാനമായ അടിസ്ഥാനപരമായ നാം മുൻഗണന നൽകേണ്ട, ആദ്യമായി നാം ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബൈഅത്ത് എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ഒരു പ്രവാചകനിൽ നിന്ന് അനുയായി സ്വീകരിക്കേണ്ട ആദ്യത്തെ വിഷയം, ചെയ്യേണ്ട വിഷയം അതാണ് ബൈഅത്ത്. അതുകൊണ്ടാണ് അവിടുന്ന് മനസ്സിലാക്കി നമുക്ക് വിശദീകരിച്ചു മറ്റൊരു ഹദീസിലൂടെ, മൻ മാത വലൈസ ഫീ ഉനുഖിഹി ബൈഅ മാത മീതതൻ ജാഹിലിയ. മൻ മാത, ഒരു അടിമ ഇഹലോകവാസം വെടിഞ്ഞു മരിച്ചു, വലൈസ ഫീ ഉനുഖിഹി, അവന്റെ പിരടിയിലില്ല ബൈഅത്തുൻ, ബൈഅത്തില്ലാത്ത രീതിയിൽ ഒരു അടിമ തന്റെ റബ്ബിലേക്ക് ചേർന്നു, ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു, ആത്മാവ് ശരീരത്തിൽ നിന്ന് യാത്ര പോയി, മാത്ത, അവൻ മരിച്ചു, മീത്തൻ ജാഹിലിയ, ജാഹിലിയായ മരണമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. എന്താണ് ജാഹിലിയ മരണം? എന്താണ് ജാഹിലിയ മരണം? എന്താണ് ജാഹിലിയ കാലഘട്ടം? എന്താണ് ജാഹിലിയ ജനത? ജാഹിലിയ കാലഘട്ടം, ജാഹിലിയ ഭരണം, ജാഹിലിയ ജനത എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ നിയോഗം വരാതെ, പ്രവാചകന്മാരുടെ ദൗത്യം എത്താത്ത ഒരു സമൂഹത്തിന്റെ അവസ്ഥ എന്തോ, പ്രവാചകന്മാരെ അംഗീകരിക്കാൻ അവസരം ലഭിക്കാത്ത ഒരു സമൂഹത്തിന്റെ അവസ്ഥ എന്തോ, അതാണ് ജാഹിലിയായ മരണം. ജാഹിലിയായ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. അള്ളാഹു ഇവിടെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഒരു മനുഷ്യനെയും മനുഷ്യനായി പിറന്ന ഒരു മനുഷ്യനെയും അള്ളാഹു മറ്റൊരു മനുഷ്യനിലൂടെയല്ലാതെ നന്നാക്കിയിട്ടില്ല. മനസ്സിലാക്കുക, അത് അള്ളാഹുവിന്റെ ചര്യയാണ്. അള്ളാഹു തന്റെ പ്രവാചകന്മാരായ അള്ളാഹു തെരഞ്ഞെടുത്തവർക്ക് അള്ളാഹു എന്ത് ചെയ്തു? 1.25 ലക്ഷം അള്ളാഹു തന്നെ തെരഞ്ഞെടുത്ത പാപസുരക്ഷിതരെന്ന് അള്ളാഹു വിശദീകരിച്ച് പറഞ്ഞു തന്ന, ഒരിക്കലും പാപം വരാൻ സാധ്യതയില്ലാത്ത വിധം സംശുദ്ധമാക്കി അള്ളാഹു സംസ്കരിച്ച് സ്ഫുടം ചെയ്തെടുത്ത സംശുദ്ധമായ ആത്മാക്കളെപ്പോലും സംശുദ്ധരിൽ സംശുദ്ധരായ ആത്മാവായ അഷ്റഫുൽ ഖായിനാത്തായ, അഷ്റഫുൽ മൗജൂദാത്തായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിൽ ബൈഅത്ത് ചെയ്യിച്ചു എന്ന് ആൽ ഇംറാൻ സൂറത്തിൽ 81-ാമത്തെ ആയത്തിൽ അല്ലാഹു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സവിസ്തരം നമുക്ക് വിശദീകരിച്ച് ബോധിപ്പിച്ചു തന്നു. അവർക്ക് പോലും ബൈഅത്തിൽ നിന്നൊരു ചാൻസ് കൊടുത്തില്ല, അവരെ കൊണ്ട് ബൈഅത്ത് ചെയ്യിച്ചു. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യിച്ചു. എന്നിട്ട് അവരുടെ ഉമ്മത്തികളെ മൊത്തം അതത് പ്രവാചകരിൽ ബൈഅത്ത് ചെയ്യിച്ചു. എന്നിട്ട് അള്ളാഹു വളരെ വ്യക്തമായി പറയാണ്, ഒരു വ്യക്തിയെയും ഒരു ഗോത്രത്തെയും ഒരു സമൂഹത്തെയും ഈ ബൈഅത്തിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കുന്നില്ല. ഒരു വ്യക്തിയെയും ഒരു ഗോത്രത്തെയും ഒരു സമൂഹത്തെയും ഈ ബൈഅത്തിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കുന്നില്ല. ഇതുകൊണ്ടാണ് ഒരു മനുഷ്യൻ നന്നാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ചെയ്യുന്ന മാർഗമാണെന്ത്? അവരിലേക്ക് ഒരു പ്രവാചകനെ അയക്കുന്നു. ആ പ്രവാചകനെ കൊണ്ട് പ്രവാചകനിൽ അവരെ ബൈഅത്ത് ചെയ്യിപ്പിക്കുന്നു. ആ പ്രവാചകരെ ബൈഅത്തിൽ നിന്നും വിട്ടുനിന്നവരെ പ്രവാചക നിന്ദകരായും പ്രവാചകരെ ധിക്കരിച്ചവരായും അള്ളാഹു കുഫാറുകളായി, മുശ്രിക്കീങ്ങളായി അള്ളാഹു വിധിയെഴുതുകയും അവരിലേക്ക് അള്ളാഹുവിന്റെ കഠിനകഠോരമായ വേദനാജനകമായ ശിക്ഷ ഇറക്കുകയും ചെയ്യുന്നു. ഇതാണ് മുൻകാല ചരിത്രങ്ങൾ. ഇതേ അവസ്ഥ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷവും
ബൈഅത്തിന്റെ വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴുള്ളത്. കാരണം വലം തജിദലി സുന്നത്തില്ലാഹി തബ്ദീല, അല്ലാഹു ഒരു മനുഷ്യനെ നന്നാക്കാൻ സ്വീകരിച്ച നിലപാടാണ് ബൈഅത്ത്. തൗഹീദിലെ ബൈഅത്തും ശൈഖും പ്രവാചകനും, പ്രവാചകരിലെ ബൈഅത്തും പ്രവാചകനെ നിയോഗിച്ച് പ്രവാചകരിലൂടെ ബൈഅത്ത് സ്വീകരിക്കുക എന്നുള്ളത്. പ്രവാചകർ ശൃംഖലയ്ക്ക് ശേഷം അവരുടെ അനന്തരാവകാശികളായ അള്ളാഹുവിന്റെ മശായിഖന്മാരിലൂടെ ബൈഅത്ത് സ്വീകരിച്ച് ആ മശായിഖന്മാരിലൂടെ പ്രവാചകന്മാരിലേക്ക് എത്തുന്ന ശൃംഖലകളിലൂടെ അള്ളാഹുവിലേക്ക് ചെന്നു ചേരുന്ന രീതി ഇതാണ്. ഒരു അടിമയെ നന്നാക്കാൻ ആത്മാവുള്ള തടി ഏതൊക്കെയുണ്ടോ, ആ ആത്മാവ്, തടിയിൽ ആത്മാവുള്ള ഏതൊക്കെ തടിയുണ്ടോ ആ തടിയിൽ ആത്മാവുള്ള ഓരോ ആത്മാവും ഈ ഉടമ്പടി പുതുക്കിയിരിക്കണം, ഉടമ്പടി ചെയ്തിരിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിക്കുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉത്ബോധിപ്പിച്ച ഫൂ ബിബൈഅത്തിൽ അവ്വലി ഫൽ അവ്വലി, നിങ്ങൾ എന്റെ ഖലീഫമാർ നിങ്ങളിലേക്ക് വരുമ്പോൾ, ഇസ്രായേൽ സമൂഹത്തിൽ പ്രവാചകന്മാർ വന്നതുപോലെ എന്റെ ഖലീഫമാർ നിങ്ങളിലേക്ക് വരുമ്പോൾ അവരിൽ ആദ്യമായി അടുത്തവരായി ഓരോ വ്യക്തികൾ ഖലീഫമാരുമായി നിങ്ങൾ ബൈഅത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയും ആ നിർവഹിച്ച ബൈഅത്ത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക എന്ന് നമ്മോട് നമ്മുടെ സ്വന്തത്തെക്കാൾ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങളോട് അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി സർവവും സമർപ്പിച്ച ഹബീബായ കാരുണ്യക്കടലായ ത്വഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന്റെ മോചനത്തിനു വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് മോക്ഷത്തിന്റെയും ആത്യന്തിക മോചനത്തിന്റെയും സൂത്രവാക്യമായി പറഞ്ഞു തന്ന വളരെ വ്യക്തമായ ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ് പ്രവാചകരുടെ അനന്തരാവകാശികളുമായി പരിശുദ്ധമായ തൗഹീദിൽ നാം ബൈഅത്ത് ചെയ്യണമെന്നുള്ളത്. അതാണ് ഈ പറയപ്പെട്ട കാര്യം. ഖലീഫമാരുമായി ധാരാളം ഉണ്ടാകും, അവരോടുകൂടി നിങ്ങൾ ബൈഅത്ത് സ്വീകരിക്കുക എന്നുള്ളത് കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണ്. അള്ളാഹു പറഞ്ഞത് ഇതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ചര്യക്ക് വലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല, അതിനൊരു ബദൽ സംവിധാനം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അള്ളാഹു ഖുർആനിൽ പറയും ഒരു ബദൽ, അതിന് മറ്റൊരു ബദൽ സംവിധാനം ഇല്ല. അള്ളാഹു ആദ്യം സ്വീകരിച്ച സംവിധാനമാണ് പ്രവാചകന്മാരെ അയക്കുക, അവരിൽ ബൈഅത്ത് ചെയ്യിക്കുക. പ്രവാചകന്മാർക്ക് ശേഷം അനന്തരാവകാശികളെ അയക്കുക, അവരിൽ ബൈഅത്ത് ചെയ്യിക്കുക. മാത്രമല്ല ഇനി ബദൽ സംവിധാനമല്ല, അത് മാറ്റി മറ്റൊരു സംവിധാനത്തിന് യോജിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള സംവിധാനമായ ബൈഅത്ത് സ്വീകരിക്കുന്ന വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടില്ല. ഇത് മാറ്റി മറ്റൊരു ഭാഗം മാറ്റിയിട്ടില്ല എന്നല്ല, നിലവിലുള്ളതിന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുമില്ല. അതുകൊണ്ട് എന്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ, മനുഷ്യ സമൂഹം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യ ജിന്നു വർഗത്തെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന ഖുർആൻ വാക്യം നാം പാരായണം ചെയ്യുമ്പോൾ ആ വാക്യത്തിലൂടെ അള്ളാഹു നമ്മുടെ മേൽ ചുമത്തുന്ന വിധിക്ക് വിധേയമായി നാം ജീവിക്കണമെങ്കിൽ നാം നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കേണ്ട കർമ്മത്തെക്കുറിച്ചാണ് നാം ഇന്ന് പ്രതിപാദിച്ച ഈ ബൈഅത്ത് എന്ന് പറയുന്ന വിഷയം. ഇതുകൊണ്ടാണ് ഏതൊരു ഗോത്രമായാലും, ഏത് നാടായാലും, ഏത് വിഭാഗമായാലും, ഏത് സമൂഹമായാലും അവരിലേക്ക് അള്ളാഹുവിന്റെ ഒരു പ്രതിനിധി, ഒരു ഖലീഫ ഉണ്ടാകും. അവർ അന്ത്യനാൾ വരെ ഉണ്ടാകുമെന്നതിനും എല്ലാ ഇടത്തും ഉണ്ടാകുമെന്നതിനും ഒക്കെ പരിശുദ്ധ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് തന്നെ എന്തിനും മതിയായ തെളിവാണ്. കാരണം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഈ ഹദീസിലൂടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വലിയ സത്യം നമ്മെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് നാം ആദ്യമായി ചെയ്തിരിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളായ അള്ളാഹുവിന്റെ മശായിഖന്മാരായ അവിടുത്തെ അനന്തരാവകാശികൾ ആയ ജ്ഞാനികൾ എന്നുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ മശായിഖന്മാരെ കണ്ടെത്തിക്കൊണ്ട് അവരിൽ നിന്ന് ഈ ഉടമ്പടി, ഈ ബൈഅത്ത് സ്വീകരിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഇത് പരിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളെ കൊണ്ടും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പിരടിയിൽ ബൈഅത്തില്ലാതെ മരിച്ചവൻ ജാഹിലിയ്യ മരണമാണ്, ഒരു പ്രവാചകനെ അംഗീകരിക്കാതെ മരിച്ചതിന് തുല്യമാണ്. പ്രവാചകനെ അംഗീകരിച്ചോ അവൻ ബൈഅത്ത് ചെയ്തിരിക്കും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷമാണെങ്കിൽ അനന്തരാവകാശികളായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മശായിഖന്മാരായ ഏതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സിൽസില ചെന്നെത്തുന്ന ഒരു ശൈഖിൽ നിന്ന് അവൻ ഉടമ്പടി ചെയ്തിരിക്കും. ഈ ബൈഅത്ത്, ഇതിന്റെ വിധി, ഇത് ഫർള് ഐന് തന്നെയാണ് എന്ന് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അടക്കം, ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അടക്കം, സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു അടക്കമുള്ള അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ആത്മജ്ഞാനികളായ
മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും തസവൂഫിന്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ, അള്ളാഹുവിനെ അറിയണമെങ്കിൽ, ദീനിന്റെ ഏറ്റവും സുപ്രധാന ഘട്ടമായ അവ്വലു ദീനി മഅരിഫത്തുല്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ശൈഖുമായി ബൈഅത്ത് ചെയ്യുകയും ആ ബൈഅത്തിലായി നിങ്ങൾ ആ ബൈഅത്തിന്റെ ലംഘനം വരുത്താത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ സൂഫിയാക്കളായ ആത്മജ്ഞാനികളായ പണ്ഡിതന്മാരൊക്കെയും സുപ്രസിദ്ധമായ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിക്കുന്നു. ലതായിഫുൽ മിനൻ, അൽ അൻവാറുൽ ഖുദ്സിയ പോലുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി ഇതിന്റെ ഗൗരവത്തെ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ചുരുങ്ങിയ സമയമായതുകൊണ്ട് അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. മറ്റൊരു ആയത്തിലൂടെ അള്ളാഹു നമ്മോട് വിശദീകരിച്ചു തരുന്ന ഒരു വിഷയം സൂറത്തുർ റഅദിൽ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു, വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാഹി വറസൂൽ വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാഹി വറസൂൽ യദ്ഉകും ലിതുഅ്മിനൂ ബിറബ്ബിക്കും വഖദ് അഖദ മീസാഖക്കും ഇൻ കുൻതും മുഅ്മിനീൻ. വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാഹി വറസൂൽ, നിങ്ങൾക്ക് എന്തു പറ്റി, എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ കൊണ്ടും അവന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും ദൂതരെ കൊണ്ടും തിരുദൂതരെ കൊണ്ടും നിങ്ങൾ ഈമാൻ ഉൾക്കൊള്ളാത്തത്? യദ്ഉകും, അവർ ആ ദൂതർ നിങ്ങളെ ക്ഷണിക്കുന്നു, ലിതുഅ്മിനു, നിങ്ങൾ ഈമാൻ ഉൾക്കൊള്ളാൻ, നിങ്ങൾ വിശ്വാസമർപ്പിക്കാൻ, നിങ്ങൾ ദൃഢജ്ഞാനികളായി മാറാൻ, ബിറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ. ഏത് രീതിയിൽ? വഖദ് അഖദ മീസാഖക്കും, വഖദ് അഖദ മീസാഖക്കും, ആ റബ്ബ് നിങ്ങളിൽ നിന്ന് കരാർ സ്വീകരിച്ചിരിക്കുന്നു, ഉടമ്പടി സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളായിരുന്നെങ്കിൽ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ഉടമ്പടി സ്വീകരിച്ചിരിക്കും എന്ന് മാത്രമല്ല അല്ലാഹു വീണ്ടും വിശദീകരിക്കുന്നു, വല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി വല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. ഇത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഒന്നാമത്തെ ആയത്തിൽ വിശദീകരിച്ചത് ബൈഅത്ത് ചെയ്യേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും മുഅ്മിനീങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു പ്രതിപാദിച്ച വിഭാഗമാണ് മുഅ്മിനീങ്ങൾ. നമസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നിടത്ത്, സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കുന്നിടത്ത്, സകാത്ത് കൊടുക്കാൻ കൽപ്പിക്കുന്നിടത്ത്, ഹജ്ജ് നിർവഹിക്കാൻ കൽപ്പിക്കുന്നിടത്ത്, നിങ്ങൾ ഉന്നതരാണെന്ന് പറഞ്ഞെടുത്ത്, നിങ്ങൾ കരാർ പൂർത്തീകരിച്ചവരാണെന്ന് പറഞ്ഞെടുത്ത്, നിങ്ങളുടെ വിഷമങ്ങൾ ഞാൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞെടുത്ത്, നിങ്ങളുടെ കടങ്ങൾ ഞാൻ വിട്ടുമെന്ന് പറഞ്ഞെടുത്ത്, നിങ്ങളെ സഹായിക്കൽ എനിക്ക് ബാധ്യതയാണെന്ന് പറഞ്ഞെടുത്ത് അള്ളാഹു വിശദീകരിച്ചതൊക്കെയും മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. അള്ളാഹു വിശദീകരിച്ചതൊക്കെയും മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ ഓരോ അധ്യാപനങ്ങളും വിധികളും കൽപ്പനകളും ശ്രേഷ്ഠതകളും ഔദാര്യങ്ങളും ദറജകളും ഒക്കെ വിശദീകരിച്ചോടത്തൊക്കെ അള്ളാഹു പ്രതിപാദിച്ചത് മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. നമസ്കാരം വിജയിച്ചെന്ന് പറഞ്ഞ മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. ദറജ ഉയർത്തി എന്ന് പറഞ്ഞത് മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. അള്ളാഹു അൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഉന്നതരാണെന്ന് പറഞ്ഞ് നിങ്ങൾ മുഅ്മിനീങ്ങളായവരെന്ന് പറഞ്ഞ സമയത്താണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളാണോ നിങ്ങളിൽ നിന്ന് അള്ളാഹു ഉടമ്പടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സൂറത്തുർ റഅദിൽ വിശദീകരിക്കുമ്പോൾ, ഒരു വ്യക്തി മുഅ്മിനാകണമെങ്കിൽ തന്നെ അവൻ അള്ളാഹുവുമായുള്ള ഉടമ്പടി എന്ന് പറയുന്നത് ഫത്ഹ് സൂറത്ത് വിശദീകരിക്കുമ്പോൾ അവന്റെ പ്രവാചകനുമായുള്ള ഉടമ്പടി, അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉടമ്പടി എന്നുള്ളത് ബുഖാരിയിലെ നാം വിശദീകരിച്ച ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ ഖുലഫാക്കളുമായുള്ള ഉടമ്പടി. ഖുലഫാക്കൾ എന്ന് പറയുന്നത് ഇസ്രായേലി സമൂഹത്തിലെ പ്രവാചകന്മാരാണെന്ന് പറയുമ്പോൾ ഉലമാ ഉമ്മത്തി കംബിയായി ബനി ഇസ്രായേൽ എന്ന വിശദീകരണത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ ആത്മജ്ഞാനികളായ മശായിഖന്മാരാണെന്നുള്ളതും സൂറത്തുൽ മാഇദയിലെ വബുതഗു ഇലൈഹിൽ വസീല എന്നതിന് ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റൂഹുൽ ബയാനിൽ കൊടുത്ത തഫ്സീർ അനുസരിച്ച് മശായിഖുൽ ത്വരീഖ വ ഉലമാഉൽ ഹഖീഖ എന്ന വിശദീകരണവും നാം ചേർത്ത് വായിക്കുമ്പോൾ അല്ലാഹുവിന്റെ ആരിഫീങ്ങളോട് മശായിഖന്മാരോട് ഉടമ്പടി ചെയ്യുമ്പോഴാണ് അവൻ മുഅ്മിനായി തീരുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 8-ാമത്തെ ആയത്ത് നമ്മെ ഉത്ബോധിപ്പിക്കുമ്പോൾ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെക്കുറിച്ച്, മോചനത്തെക്കുറിച്ച്, മോക്ഷത്തെക്കുറിച്ച് റബ്ബിന്റെ തിരുസന്നിധിയിലേക്ക് സന്തോഷത്തോടുകൂടെ ചെന്നണയണമെന്ന്, ആ തീരമണയണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസി, നീ ആദ്യമായി നിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, ആത്മവിചിന്തനം നടത്തി നോക്കുക. ഞാൻ ബൈഅത്ത് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഖലീഫയെ കണ്ടെത്താൻ എൻ്റെ ജീവിത സമയത്തിലെ, ജീവിത വിനാഴികയിലെ ഏതെങ്കിലും സമയം ചെലവിടാൻ വേണ്ടി ഞാൻ എൻ്റെ സമയത്തെ, എൻ്റെ ഊർജത്തെ, എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ കൂട്ടുകെട്ടിനെ, എൻ്റെ അറിവിനെ, എൻ്റെ മറ്റു ഐഹിക സുഖങ്ങളെ, ഏതെങ്കിലും ഒരു വിഷയത്തെ, ഞാൻ എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ ഒഴിവ് സമയങ്ങളെ ഞാൻ ചെലവിട്ടിട്ടുണ്ടോ?
എൻ്റെ കുടുംബത്തെക്കുറിച്ചോ എൻ്റെ കൂട്ടുകാരെയോ എൻ്റെ സന്താനങ്ങളെയോ നരകത്തിൽ നിന്ന് കാക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോൾ അതിനുള്ള മോചന സൂത്രവാക്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി നമ്മോട് കൽപ്പിച്ച പരിശുദ്ധ തൗഹീദിലെ ബൈഅത്ത്, ആ ബൈഅത്തിനെ കുറിച്ച് ഞാൻ ഇതുവരെയും അജ്ഞനാണോ അതോ ഞാൻ അറിഞ്ഞുകൊണ്ടും ബോധപൂർവം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിവില്ലായ്മ നടിക്കുകയാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ബൈഅത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരികയും ആ ബൈഅത്ത് സ്വീകരിക്കുകയും ആ ബൈഅത്ത് സ്വീകരിച്ചതിന് ശേഷം ആ ബൈഅത്ത് ഏതൊരു വിഷയത്തിലാണോ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഘട്ടങ്ങളിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്നുകൊണ്ട് കുട്ടികൾ, സ്ത്രീകൾ, യുവാക്കൾ ഒക്കെ ബൈഅത്ത് ചെയ്തതിനെ കുറിച്ച് പറയുന്ന നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് വിശദീകരിച്ച് അത് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് പരിശുദ്ധ ഖുർആനെ ചെറിയ രീതിയിൽ ഒരു പഠനം നടത്തിയാൽ തന്നെ നിരവധി സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ നാനാ രീതിയിലുള്ള സന്ദർഭങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്ന് ബൈഅത്ത് ചെയ്തതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബാക്കളെ അവിടുത്തെ പകരമായി ബൈഅത്ത് സ്വീകരിക്കാൻ വേണ്ടി നിയോഗിച്ച വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മോട് കൽപ്പിക്കപ്പെട്ട ആ ഖലീഫമാരെ കണ്ടെത്തിക്കൊണ്ട്, പ്രവാചക പ്രതിനിധികളെ കണ്ടെത്തിക്കൊണ്ട്, പ്രവാചകരുടെ അനന്തരാവകാശികളെ കണ്ടെത്തിക്കൊണ്ട് ആ ബൈഅത്ത് സ്വീകരിക്കാൻ വേണ്ടി നാം തയ്യാറാകുക. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പിന്നെ ഉണർത്തുന്നുണ്ട്, ഈ ബൈഅത്ത് സ്വീകരിച്ചതിന് ശേഷം ആ ബൈഅത്ത് ലംഘിക്കുന്ന വിഷയത്തെക്കുറിച്ചും മുൻകാല പ്രവാചകന്മാരുടെ സമൂഹം ആ ബൈഅത്ത് ലംഘിച്ച സമയത്ത് അള്ളാഹു ഇറക്കിയ വേദനാജനകമായ ശിക്ഷകളുടെ നിരവധി ചരിത്രങ്ങൾ ആദ്, സമൂദ് ഗോത്രങ്ങളിലേക്ക് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലേക്ക് ഇറങ്ങിയ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാവുന്ന വിഷയമായതുകൊണ്ട് നാം അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അള്ളാഹു വിശദീകരിക്കുന്നു, വല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ വയുഫ്സിദൂന ഫിൽ അർള് ഉലൈക ലഹുമുൽ ലഅന വലഹും സൂഉദ്ദാർ. വല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി, അള്ളാഹുവുമായി ചെയ്ത ഉടമ്പടി. അള്ളാഹുവുമായി ചെയ്ത ഉടമ്പടി എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവാചകന്മാരുമായി ചെയ്ത ഉടമ്പടി, അവനോടുള്ള ഉടമ്പടിയാണെന്ന് അള്ളാഹു തന്നെ വിശദീകരിച്ചല്ലോ ഫത്ഹ് സൂറത്തിൽ. ആ അള്ളാഹുവിന്റെ പ്രവാചകരോടുള്ള ഉടമ്പടി എന്ന് പറയുമ്പോൾ പ്രവാചകർക്ക് ശേഷം ഇനി എനിക്കൊരു നബി വരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തിയ അവിടുത്തെ അനന്തരാവകാശികളായ മശായിഖന്മാരോട് ചെയ്ത ഉടമ്പടി. ആ ഉടമ്പടി ലംഘിക്കുന്നവർ, മിൻ ബഅദി മീസാഖിഹി, ആ ഉടമ്പടി സ്വീകരിച്ചതിന് ശേഷം അത് ലംഘിക്കുന്നവർ, വയഖ്തഊന, ആരാണവർ? വയഖ്തഊന, അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, ചേർക്കപ്പെടണമെന്നും ചേർത്തു വെക്കണമെന്നും ഒരിക്കലും പൊട്ടിപ്പോവാൻ കഴിയാത്ത വിധം, ഒരിക്കലും അഴിഞ്ഞു പോകാൻ കഴിയാത്ത വിധം ചേർത്ത് ബന്ധം ഊട്ടിയുറപ്പിച്ചു വെക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ച ബന്ധത്തെ മുറിക്കുന്ന വിഭാഗം. വയുഫ്സിദൂന, മാത്രമല്ല വയുഫ്സിദൂന ഫിൽ അർള്, അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരുമാണ്. ഉലൈക ലഹും അൽ-ലഅന, ഉലൈക ലഹുമുൽ ലഅന, അവർക്ക് അല്ലാഹുവിൽ നിന്ന് ശാപമുണ്ട്. മാത്രമല്ല വലഹും സൂഉദ്ദാർ, മോശമായ സങ്കേത ഭവനവുമുണ്ടെന്ന് അല്ലാഹു നമ്മെ ഉത്ബോധിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ വളരെ ഗൗരവത്തോടുകൂടെ വേദനാജനകമായ ശിക്ഷ കൊണ്ടാണ് അള്ളാഹു താക്കീത് ചെയ്ത് നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ അനന്തരാവകാശികളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളായ അള്ളാഹു പ്രതിനിധികളായി നിയോഗിച്ച ഈ വിഭാഗത്തെ നാം കണ്ടെത്തുകയും അവരിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രഥമ സ്തംഭമായി നാം മനസ്സിലാക്കേണ്ട, പരിശുദ്ധ തൗഹീദിന്റെ നിബന്ധനയായി നാം അറിഞ്ഞിരിക്കേണ്ട ഈ ബൈഅത്ത്, അതിന്റെ അവകാശികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ പഠിപ്പിച്ചു തന്ന ആ മശായിഖന്മാരെ കണ്ടെത്തിക്കൊണ്ടും അവരിൽ നിന്ന് ആ ബൈഅത്ത് സ്വീകരിക്കുകയും ആ ബൈഅത്ത് സ്വീകരിച്ച് ഈ പറയപ്പെട്ട അല്ലാഹു താക്കീത് ചെയ്ത വിഭാഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ആ ബൈഅത്ത് കൃത്യമായി ആ ബൈഅത്തിൽ പറഞ്ഞ വിഷയങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ജീവിതം ചിട്ടപ്പെടുത്തുകയും അതിലൂടെ അള്ളാഹുവിന്റെ മശായിഖന്മാരുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൽപ്പന അംഗീകരിച്ച സംതൃപ്തരായ ആ അടിമകളായിക്കൊണ്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, ഓ സംതൃപ്തിയടഞ്ഞ ആത്മാവേ, നീ നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങിപ്പോവുക. റാദിയ, നീ രക്ഷിതാവിനെ കുറിച്ച് തൃപ്തിയുള്ളവരായ സ്ത്രീയും, വമർദിയ, രക്ഷിതാവ് നിന്നെ തൊട്ട് തൃപ്തിയടഞ്ഞതായ സ്ത്രീയും, നീ ആ രക്ഷിതാവിലേക്ക് മടങ്ങിച്ചെല്ലുക എന്ന ഒരവസ്ഥയിൽ മടങ്ങിച്ചെല്ലുവാൻ നാം പരിശ്രമിക്കുക. അതിനുവേണ്ടി ബൈഅത്ത് പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആജ്ഞാപിച്ച മശായിഖന്മാരിലൂടെ നടപ്പിലാക്കി വന്നുകൊണ്ടിരിക്കുന്ന, ലോകത്ത് അനേകം അധികരിച്ച് മശായിഖന്മാരുണ്ടെന്ന് പറഞ്ഞ ആ ബൈഅത്ത് സ്വീകരിച്ച് ആ ബൈഅത്തിലായി ജീവിതം ചിട്ടപ്പെടുത്തി
രൂപപ്പെടുത്തി അതിലൂടെ നമ്മുടെ അള്ളാഹു നമ്മിൽ നിന്ന് ലക്ഷീകരിച്ച നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന്റെ പ്രഥമ വിഷയമായ ആ ബൈഅത്ത് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത സ്റ്റേജുകളിൽ അടുത്ത ഘട്ടങ്ങളിൽ ആദ്യമായി ഇതിന്റെ അധികാരികളെ കണ്ടെത്താനും അതിലൂടെ ബൈഅത്ത് സ്വീകരിക്കാനും ആ ബൈഅത്തിലായി ജീവിതം ചിട്ടപ്പെടുത്താനും നാം പരിശ്രമിക്കുക. നാഥൻ നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.